എന്തരടാ എന്തിനിങ്ങനെ മാനത്ത് നോക്കി ഇരിക്കണ? ആ പെണ്ണിന്റെ പേര്, ആ പെണ്ണിന്റെ രൂപം എല്ലാം കൂടി ആലോചിക്കുമ്പോ എന്റെ മനസ്സിനെ വല്ലാണ്ട് അലട്ടുന്നു. പ്രായം ഇത്ര ആയില്ലേ അച്ഛാ? എന്നിട്ടും പട്ടി മനുഷ്യന്റെ കാലിന്റെ തരിപ്പ് ധരിക്ക് മാറിയില്ല. വാദത്തിന്റെ ആയിരിക്കും. എടാ കൊച്ചു കഴിവേറി, ഞാൻ പറയണ നീ ഒന്ന് മനസ്സിലാക്ക്. എന്റെ ഫോണിൽ അവളെ ഫോട്ടോ എടുത്തതാണ്ടാ. എന്നിട്ട് അതിൽ പെണ്ണിന്റെ ഫോട്ടോ ഇല്ലല്ല. അത് തന്നെ നീ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, കാമറായിൽ പ്രായത്തിന്റെ ചെറുത്താന്റെ ഫോട്ടോ ഒന്നും എടുത്താ പതിയൂല. അങ്ങനെ നോക്കിയ പ്രശ്നമാണ് അച്ഛാ. അതെന്താടാ? അച്ഛന്റെ ഫോട്ടോ അതിൽ പതിയില്ലായിരുന്നു. ചെകുത്താൻ എടാ പന്ന പുത്തമ്പുരയ്ക്കൽ ഓച്ചന്തൂരത്തെ രഘുവിന്റെ മൈഡിയർ ഇളയ മകനെ, ഞാൻ പറഞ്ഞ നീ ഒന്ന് വിശ്വസിരി, ഞാൻ കണ്ടതാണ്ടാ. ഓ, അച്ഛൻ പറയണ കാര്യത്തിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല, പറയണത് അച്ഛനായത് കൊണ്ടാണ് വിശ്വസിക്കാൻ പറ്റാത്തത്. ഞാൻ കാണുന്നതേ വിശ്വസിക്കൂ, കിട്ടുന്നതേ വാങ്ങൂ. അച്ഛൻ അടിച്ചിട്ടുണ്ടാ? ഇതുവരെ ഇല്ല, ഇനി അടിക്കാം. താങ്ക്സ്. വഴിമറിച്ച എടാ മക്കളെ, നീയെങ്കിലും വിശ്വസിക്കടാ. അച്ഛാ, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഇതെല്ലാം അച്ഛന്റെ താളം തെറ്റിയ മനസ്സിന്റെ ഒരുതരം മാനസിക സംഘർഷമാണ്. എന്ന് വെച്ചാ ഭ്രാന്ത്, മുഴുഭ്രാന്ത്, അലാന്തരി. എടാ, ഞാൻ അവളത്തെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞാണെന്ന്. രാത്രി അവളെ ട്യൂഷന് പോയതാണെന്ന്. ട്യൂഷൻ രാത്രി 12 മണിക്ക് വിശ്വസിച്ച്. നമ്മളെ രാമകൃഷ്ണ പിള്ളയുടെ ലോങ് ഡിസ്റ്റൻസിലുണ്ടായ കൊച്ചാണത്. അടുത്ത പറയണ്ട. വിശ്വസിച്ച്. പിള്ളേനെ വിളിച്ച് ചോദിക്കാം, അപ്പൊ നിനക്ക് വിശ്വാസം വരൂല. ഹലോ പിള്ളേ, നിന്റെ മോളെ വീട്ടിലെത്തിയായിരുന്നാ? നിന്റെ ലോങ് ഡിസ്റ്റൻസ് റിലേഷനുള്ള മോളെ. എനിക്കാകെ കുരുവിക്കുള്ളിൽ മാത്രമേ സെറ്റപ്പ് ഉള്ളൂ. അതും ഒരു മോനാണ്. നീ കൂടുതൽ സെറ്റപ്പ് ഉണ്ടാക്കി തരണ്ട. മാന്യമായിട്ട് ജീവിക്കുന്ന മുഖത്ത് കരിവരുത്തേക്കുന്നുടാ പട്ടി രാസ്കൽ. അവന്റെ മോളല്ലാന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? എടാ മക്കളെ, മനസ്സിലായ അച്ഛാ? നാളെ തന്നെ നമുക്ക് പോവാം. എവിടാ? പൂളംപാറയില്. നാട്ടുകാരെ കൊണ്ട് അച്ഛനെ പ്രാന്താന്ന് വിളിക്കാൻ ആര് സമ്മതിച്ചാലും ഞാൻ സമ്മതിക്കൂല. നിങ്ങൾക്ക് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഈ വിഷം മാറ്റോണ്ട് വരില്ലേന്ന്. എടീ ജല്ലു, നീയെങ്കിലും ഞാൻ പറയണ വിശ്വസിര്. അവൾ ഇത്ര നേരം എന്റെ ഒപ്പം ഉണ്ടായിരുന്നു. അയ്യോ, അതല്ല സത്യം പറ മനുഷ്യ. നിങ്ങൾക്ക് പ്രേതത്തിനെ കണ്ട ഷോക്ക, അതായത് അവളെ കാണാൻ പറ്റാത്തതിന്റെ വിഷമോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളെ കൂടെ പുറക്കാനാണ് നിങ്ങളെ തീരുമാനമെങ്കിലേ അവളെ ഞാൻ തീർത്തിരിക്കും. കൂടെ നിങ്ങളെ. ഈശ്വര, ഇതിപ്പോ ഞാൻ ആരെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കും? മൂലക്കുരുവിന്റെ മുകളിൽ ഉണ്ണി കടിച്ചു പറിച്ചിരിക്കുന്ന അവസ്ഥയായി. ഞാൻ നിങ്ങളെ കടിക്കും. അച്ഛന്റെ ഒരു കാര്യം കേട്ടമ്മ, അച്ഛൻ ഇപ്പോഴും വിചാരിച്ചു വെച്ചോണ്ടിരിക്കണത് അച്ഛന്റെ കൂടെ വന്നത് പ്രേതമാണെന്നാണ്. അതും 21-ാം നൂറ്റാണ്ടില്. ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കോ? അമ്മയുടെ അമ്മ എവിടെ പോയി? ഇവിടെ ഉണ്ടായില്ല. അച്ഛൻ ഇവിടെ ഇരിക്കുന്ന അവിടെ അമ്മ. മക്കളെ, നീ ആരുടെ സംസാരിക്കണം? അവിടെ അല്ലേ? ഇവിടെ അമ്മ. ഇവിടെ സമയപ്പോണോ? കുടിച്ചോ. ആരാ? പേടിക്കണ്ട, അച്ഛനാടാ മക്കളെ. എന്തൊരു തെളിവ്? നീ അകത്ത് എന്റെ അമ്മേരെയൊക്കെ എത്ര റോള് കണ്ട്? അമ്മയുടെ 2ഉം അച്ഛന്റെ 2ഉം. ഞാൻ നിന്റെയൊക്കെ കണ്ടതേ 5-6 അപ്പൊ ഒറിജിനൽ തന്നെയല്ലേ? അച്ഛാ, അകത്ത് ചേട്ടനും അമ്മയും. പേടിക്കണ്ട, അവരിങ്ങോട്ട് തന്നെ പേടിച്ചു വന്നോളൂ.
അവള് ഓടി വരുന്നുണ്ടല്ലേ. അവിടെ അവിടെ ആ മനസ്സിലായി മനസ്സിലായി. ഇങ്ങോട്ട് നിന്നാ മതി. അയ്യോ, നമ്മളെ മൂത്ത മോനെവിടെ? അമ്മ, അച്ഛാ, അഞ്ഞ, ഞാൻ ഇവിടെ ഉണ്ട്. നീ എപ്പോഴാ മുകളിൽ കയറിയാ? ഞാൻ നേരത്തെ കയറി. പിന്നെ താഴെ നിൽക്കണമെന്ന് നിങ്ങൾ എല്ലാരും ഉറച്ചില്ല തന്നെ. തന്നെ തന്നെ ഇറങ്ങി വാ. ഉറപ്പാണേ? ഓ. അമ്മ, ഇതെന്തൊരു പ്രതിഭാസം. അതാര്? ചലച്ചേ മക്കളെ, തോവാ നിൽക്കുന്ന പെണ്ണിന്റെ അടുത്താണ് ഞാൻ സംസാരിച്ചെന്ന് ഇങ്ങോട്ട് വിളിച്ചോണ്ടോന്നൊന്നും പറഞ്ഞ. കണ്ട കാവർക്ക് പ്രാതങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണ? സുമതി, ഞാൻ ജലജ. ചേച്ചി, ഞാൻ മഹേഷ്. ഞാൻ ജിത്തു. ഞാൻ രഘു. നേരത്തെ നമ്മള് പരിചയപ്പെട്ടായിരുന്നേ. നിങ്ങക്ക് എന്തൊരു വേണം? എനിക്ക് ഈ വീട് വേണം. ഇത് എന്റെതാ. അയ്യടി മനമേ, ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വീടാണിത്. നിങ്ങളെ കഷ്ടപ്പെട്ടതാ. ഞാൻ എന്റെ അപ്പനെ കമത്തി ഉണ്ടാക്കിയതാണ് എന്റെ വീട്. പറഞ്ഞ കേട്ടില്ലേ മക്കളെ? ഓ, പ്രേതം വന്ന് ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ അവരൊക്കെ കുടുംബ തർക്കം. സുമതി ചേച്ചി, ചേച്ചിനെ ഈ വീട് എടുത്തോട്ടാ. നമ്മുടെ ഏതെങ്കിലും വാടക വീട് മാറി പൊയ്ക്കോളാവേ. എന്തിനമ്മ? ഒന്ന് ചുമ്മാ ഇറക്കാം. സുമതി, ഞാൻ വീട് വിട്ട് തരില്ല. എന്തിനേയും കൊല്ലം. ഓ, കൊല്ലംകാരിയാണല്ലേ? അതാണ്. കൊല്ലം എന്നല്ല, കൊല്ലോന്ന്. അകത്തോട്ടൊക്കെ കേറിപ്പോണ്. ഇനിയിപ്പോ എന്തിനു ചോദിച്ചാ നമ്മള്? ദൈവമേ, നമുക്കൊരു വഴി കാണിച്ചു താ. ആരാ നിങ്ങൾ? ഉസ്താദേ, നിങ്ങൾ ആരാണ് നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഇതിന്റെ അകത്ത് പ്രേതം. നിങ്ങളൊന്നും ഇങ്ങോട്ട് പറയണ്ട, ഞമ്മക്കെല്ലാം അറിയാം. ഞമ്മള് വീടിന്റെ മുമ്പിൽ കാലുകുത്തിയപ്പോഴേ അനർത്ഥങ്ങൾ സംഭവിച്ച്. അനർത്ഥങ്ങളാ? എന്തനർത്ഥങ്ങൾ? അത് ഞമ്മൾ ഈ വീട്ടിൽ കയറാൻ കാലുകുത്തിയപ്പം ചവിട്ടിയതൊരു പട്ടിമുണ്ടത്തിലാണ്. നിങ്ങളൊന്നുകൊണ്ടും ബേജാറാവണ്ട. സുമതി എന്ന് പറയണ ആ തെജ്ജാലിനെ നമ്മൾ ഇവിടെ നിന്ന് പറത്തിയിരിക്കും. ഇത് ഞമ്മന്റെ വാക്ക്. അവസാനം വെട്ടിയിട്ട ബാഴത്തണ്ട് കണക്കാവും ഉസ്താദേ. അതിന് ഞമ്മള് മരിക്കണം. കൊല്ലാൻ സുമതി ചേച്ചി തയ്യാറാണ്. അല്ല, ഉസ്താദിന്റെ കൈക്ക് എന്തോ പറ്റി? കഴിഞ്ഞ ദിവസം ഉഗ്രരൂപിയായ ജമീലയെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചതാണ്. പ്രേതങ്ങളെ പഠിക്കുന്നത് ഉസ്താദിനൊരു ഹോബി തന്നെ അല്ലേ? ഹിമാറ ജമീല എന്റെ ബീവിയാണ്. ചെയ്താൻ കയ്യിലിട്ട് കടിച്ചെന്ന്. നിങ്ങൾ ഇവിടെ നിന്നോളെ, ഞമ്മള് പോയി ആ സുമതിയെ ഉള്ളം കയ്യിലാക്കിയിട്ട് വരാ. കൂത്തുള്ള പിന്നെ ഉസ്താദൊന്ന് സൂക്ഷിക്കണം. അവള് ഏത് രൂപത്തിലും വരും. ഞമ്മളും വരും. അതെങ്ങനാ? സ്കൂളിൽ പഠിക്കുമ്പം ഞമ്മക്കും ഉണ്ടായിരുന്നു ഫാൻസി ഡ്രസ്സിൽ ഫസ്റ്റ് പ്രൈസ്. അല്ലാ, വയറിക്കിളി കൂട്ടണല്ല. കഴിച്ച ബിരിയാണി ദഹിച്ചില്ലാന്ന് തോന്നണം. ആദ്യം ഇതിനെ ഒഴിപ്പിക്കാം, എന്നിട്ട് സുമതി. അച്ഛാ, വല്ലതും നടക്കൂ? നടക്കൂടാ. ഉസ്താദിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഈ കുടിയിൽ ഇറങ്ങിപ്പോ.
എന്തുകൊണ്ട് ഉസ്താദെ, ഉസ്താദിനെ പോലത്തെ മഹാമനുഷ്യൻ സുമതിയെ പോലത്തെ വലിയ പ്രയത്ന ഫ്രീ ആയിട്ട് വന്ന് നമ്മളെ വീട്ടിൽ വന്ന് ഒഴിപ്പിച്ചു തന്നേന് വലിയ ഉപകാരം. ഫ്രീ ആയിട്ട് അന്റെ പൊരയെന്ന് പ്രേതത്തിനെ ഒഴിപ്പിക്കാൻ ഞമ്മളെന്താണ് അന്റെ ബാപ്പേ? അപ്പൊ ഫ്രീ അല്ലേ? പോയി കായെടുത്തിട്ട് വേടാ ഹമക്കെ. ഇല്ലെങ്കിൽ സുമതിയുടെ കൂടെ സൂറായും ഖദീജയും നബീസയും കൂടെ നമ്മൾ തുറന്നു വിടും. വിടണോ? വേണ്ട വേണ്ട, ഞാൻ പോയി പൈസ എടുത്തിട്ട് വരാമേ. പ്രേതം ഭൂത യക്ഷി ഈ വീട്ടിൽ എന്തിരിക്കുകയെന്നാ എന്തോ. ഇപ്പൊ ഒരു സമാധാനം വീണ്. ഹലോ, ഞാൻ സുമതി. സുമതി മാത്രമല്ല തെറ്റാലേ, ഞമ്മളും ഉണ്ട്. അതേടാ, ഇതെല്ലാം ഞമ്മന്റെ ഒരു പ്ലാനായിരുന്നു അല്ലേ സുമതി? ശൈത്താനെ, പറഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടല്ല. ആര് വന്നാലും വലയിൽ വീട്ടിക്കൊള്ളണം. ദൂരം തെറ്റാലും വേണ്ട. കേൾക്കോ കേൾക്കോ, ജംഗ്ഷനിൽ കേൾക്കോ. ഒഴിഞ്ഞു പോ ശൈത്താനെ, ഒഴിഞ്ഞു പോ ശൈത്താനെ, ഒഴിഞ്ഞു പോകണേ. അങ്ങനെ പോയി ഒഴിപ്പിക്കും. ഒഴിഞ്ഞു പൊടി ഓടിയിരിക്കുന്നേ. എങ്ങനെ ഉണ്ടടാ? എടാ പട്ടി പാതുഷാക്കാനെ, നീ ആരെ വീട്ടിലാണ് കേറിയതെന്ന് അറിയാമോ? ഓരോ വീടാടായത്. നിന്നെ ആരും എന്റെ വീട്ടിലോട്ട് ക്ഷണിക്കാതെ തന്നെ നീ വന്ന് കേറിയത് എനിക്ക് ചെറിയ ഡൗട്ട് അടിച്ചതാണ്. എന്നിട്ടും നിന്റെ കളി ഏതുവരെ പോവെന്ന് എനിക്കൊന്ന് കാണണോരുന്നടാ. നീ ചെയ്ത ഒന്നാമത്തെ തെറ്റ് ഞങ്ങളാരും പറയാതെ ഈ വീട്ടിൽ കയറിയ പ്രേതത്തിന്റെ പേര് സുമതി എന്നത് നിന്റെ വായിൽ നിന്ന് തന്നെ വീണു. നിങ്ങളൊന്നുകൊണ്ടും ബേജാറാവണ്ട. സുമതി എന്ന് പറയാൻ ആ തെറ്റാലിന് നമ്മൾ ഇവിടെ നിന്ന് പറത്തിയിരിക്കും. ഇത് ഞമ്മന്റെ വാക്ക്. അത് ഞമ്മന്റെ ധ്യാനദൃഷ്ടി. നീ ചെയ്ത രണ്ടാമത്തെ തെറ്റ്, നീ വീട്ടിലോട്ട് കയറിയപ്പോൾ നിന്റെ ഇടം കൈയിലുള്ള മുറിവ് നീ പോലും അറിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അത് വലം കൈയിലായടാ. കഴിഞ്ഞ ദിവസം ഉഗ്രരൂപിയായ ജമീലയെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചതാണ്. പോയി കായെടുത്തിട്ട് വേടാ ഹമക്കെ. ഇല്ലെങ്കിൽ സുമതിയുടെ കൂടെ സൂറായും ഖദീജയും നബീസയും കൂടെ നമ്മൾ തുറന്നു വിടും. വിടണോ? കക്കൂസി പോയത് പണിയായെന്നാണ് തോന്നണം. പിന്നെ വെപ്പ് താടിയെങ്കിലും നിനക്ക് ഒന്ന് നല്ലത് വാങ്ങിച്ചു വെച്ചോളേടാ. കറക്റ്റ് ആയിരുന്നല്ലേ ഇതിപ്പോ എന്ത്? അതൊക്കെ പോട്ട്, പൈസ സുരക്ഷിതമായി നിന്റെ കയ്യിലുണ്ടല്ല. ഗോൾഡിന്റെ ജെട്ടി കളിക്കുമ്പോ ആളറിഞ്ഞ് കളിക്കടാ. You in the name of God, you in the name of Almighty, you change, go to bloody hell. വെച്ചിട്ട് പോടാ. നമ്മുടെ അടുത്താണ് അവന്റെ കളി. എന്നാലും അവൻ നമ്മളെയൊക്കെ ഡബിൾ റോളും ട്രിപ്പിൾ റോളും ഒക്കെ എങ്ങനെ ഒപ്പിച്ചാന്തോ. പഠിച്ച കള്ളം തന്നെ. ജലജേ, കുറഞ്ഞില്ലേടി? ഇല്ല.